നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലവിൽ ഹമാസിൻ്റെ തടവിലുള്ള നിരവധി സാധാരണ ജനങ്ങളിൽ ബന്ദികളിൽ ചിലരുടെ മൃതദേഹം കൊല്ലപ്പെട്ട 5 ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശവാദം ഉന്നയിക്കുന്നത്. തൊട്ടു പിന്നാലെ ഗാസ സിറ്റിയിലെ ഹമാസിൻ്റെ തുരങ്കത്തിൻ്റെ ഒരു വീഡിയോ ദൃശ്യം കൂടി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ തന്നെയാണ് നിലവിൽ മാധ്യമങ്ങൾക്കും പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തുരങ്കത്തിൽ നിന്നാണ് പറയപ്പെടുന്ന മൃതദേഹങ്ങൾ ലഭിച്ചതായി IDF വ്യക്തമാക്കുന്നത്. 3 മൃതദേഹങ്ങൾ ക്രിസ്മസ് ദിനത്തിൽ ഇവിടെ നിന്നും കണ്ടെടുത്തുവെന്നും ഞായറാഴ്ച നടന്ന ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ 60ഓളം പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും ഇതിന് ബദലായി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഒക്ടോബർ 7-ാം തീയതി നടന്ന അനിഷ്ട സംഭവത്തിന് പിന്നാലെയാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അന്ന് ഇസ്രായേലിൽ നിന്നും ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ 250ഓളം ബന്ദികളെ കടത്തിക്കൊണ്ടുപോവുകയും അതിൽ തടവിലാക്കപ്പെട്ട 5 ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ തങ്ങൾക്ക് കണ്ടെടുക്കാനായി കഴിഞ്ഞിരിക്കുന്നതെന്നാണ് IDF പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ മൃതദേഹങ്ങളുമായി ഇസ്രയേലിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ പേരുവിവരങ്ങളും വിശദ വിവരങ്ങളുമൊക്കെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. സിവ്ഡാഡോ, ഈതൻ സ്കറിയ, റോൺ ഷെർമാക്, നിക് ബൈസർ, എലൈ ടൊർണാഡോ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതെന്നും IDF തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സിവ്ഡാഡോയുടെയും ഈതൻ സ്കറിയയുടെയും മൃതദേഹങ്ങൾ ഈ മാസം ആദ്യവും മറ്റു 3 പേരുടെ മൃതദേഹങ്ങൾ ക്രിസ്മസ് ദിനത്തിലുമാണ് IDF സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള ശക്തമായ തിരിച്ചടി ഉറപ്പായും ഹമാസിന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബന്ദികളുടെ ജീവൻ അപഹരിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ, അങ്ങനെയുള്ള നീക്കങ്ങൾ അവർ നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ വിവരം കൂടി പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ട ബന്ദികൾക്ക് അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇസ്രയേൽ സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം മറുഭാഗത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ശക്തമായ നിലപാട് തന്നെയാണ് കടുപ്പിക്കുന്നത്. പരമാധികാരമുള്ളൊരു രാജ്യം തന്നെയാണ് ഇസ്രയേൽ, അതിലൊരു മാറ്റവുമില്ല. നിലവിലുള്ള യുദ്ധത്തിൽ നിന്നും പിന്മാറാനായി യാതൊരുവിധ നീക്കവും നടത്തില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുദ്ധം ഇതുപോലെ തന്നെ തുടരുന്നതായിരിക്കും. ഗാസയിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ അമേരിക്ക ഒരു തരത്തിലും സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഇസ്രയേലിനെ അമേരിക്ക തടയുന്നു എന്നുള്ള ഒരു വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ എന്നൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നു. അതിനോടുള്ള ഒരു പ്രതികരണം എന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളും. ഗാസയിലെ യുദ്ധത്തിൽ നിന്നും അമേരിക്ക തങ്ങളെ തടയുന്നതായും ഒക്കെ വാർത്തകൾ കണ്ടു. പക്ഷേ അതൊന്നും തന്നെ സത്യമുള്ളതല്ല. ഇസ്രയേൽ ഒരു പരമാധികാര രാജ്യമാണ്. കൃത്യമായ നിലപാടുകളോട് മുന്നോട്ട് പോകുന്നു. ഒരാവശ്യത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടേതായിട്ടുള്ള പരിഗണനകൾ അനുസരിച്ചാണ് യുദ്ധത്തിൽ തീരുമാനമെടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റൊരു രാജ്യത്തിൻ്റെയും ബാഹ്യ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലുമല്ല മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ട്. വിജയത്തിലെത്തുന്നതുവരെ ഇസ്രയേൽ യുദ്ധം തുടരുമെന്ന് കൃത്യമായി തന്നെ അദ്ദേഹത്തെ ബോധിപ്പിച്ചതാണ്. ജോ ബൈഡൻ ഇക്കാര്യം മനസ്സിലാക്കിയതുമാണ്. ഗാസയിലെ UN പ്രമേയത്തിൽ ഇസ്രയേലിനെ പിന്തുണച്ചതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അങ്ങേയറ്റം നന്ദി അറിയിച്ചുകൊണ്ടാണ് നെതന്യാഹു രംഗത്ത് വന്നത്. ഈ സാഹചര്യത്തിൽ കൂടി ഒരിക്കലും അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാസയിൽ 14ഓളം IDF സൈനികരുടെ മരണം സംഭവിച്ച ഒരു വിഷയമുണ്ടായി. ശനിയാഴ്ചയ്ക്ക് ശേഷമുള്ള ഏറ്റവും വളരെ വേദനാജനകമായൊരു ദിവസമായി തന്നെയാണ് ഇന്നത്തേതിനെ നോക്കി കാണേണ്ടതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്.